നേതാക്കന്മാരായിരുന്നു ഈ തൊഴിലാളി പ്രസ്ഥാനത്തെ നയിച്ചത്. ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ, സുഭാഷ് ചന്ദ്രബോസ് ഉൾപ്പെടെ, ബി ഗിരി ഉൾപ്പെടെ നേതാക്കന്മാർ, പഴയ നേതാക്കന്മാരെല്ലാം നയിച്ച ആ തൊഴിൽ പ്രസ്ഥാനം നേടിയെടുത്തിട്ടുള്ള തൊഴിൽ നിയമങ്ങൾ 44 തൊഴിൽ നിയമങ്ങൾ, 15 തൊഴിൽ നിയമം റദ്ദാക്കി, 29 തൊഴിൽ നിയമം 4 കോഡുകളാക്കി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഇത് നടപ്പാക്കാൻ മുഴുവൻ ഇല്ലാതാക്കിയിരിക്കാൻ, തൊഴിലാളികളെ സംഘടിക്കാനും സമരം ചെയ്യാനും കൂട്ടായി വിലപേശാനുള്ള അവകാശം ഇല്ലാതാക്കി. നിശ്ചിത ജോലി സമയമാണ്, 8 മണിക്കൂർ ജോലി സമയം നമ്മൾ നിയമപരമായി അംഗീകരിച്ചതാണ്. അതിപ്പോ ഇല്ലാതാക്കിയിരിക്കുന്നു. 12 മണിക്കൂർ ജോലി ചെയ്യണമെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ട തൊഴിലാളി നേതാക്കളെ, കർഷക സംഘടനകളുടെ നേതാക്കന്മാരെ, അതുപോലെ തന്നെ ഈ പണിമുടക്ക് രംഗത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഭാക്കളെ, സുഹൃത്തുക്കളെ, ഇന്ന് രാജ്യവ്യാപകമായിട്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തൊഴിലാളി സംഘടനകൾ ചേർന്നുകൊണ്ട് ഒരു പണിമുടക്ക് സമരത്തിന് ആഹ്വാനിച്ചിട്ടുണ്ട്. സംഘടിതമായി നടത്തിയ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് ജോലി സമയം നിജപ്പെടുത്തുന്ന ഒരു വ്യവസ്ഥ നമ്മുടെ ലോകത്തെമ്പാടും അംഗീകരിച്ചത്. കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ വിവിധ വിഭാഗം തൊഴിലാളികൾ നടത്തിയ നിയമം നികകളില്ലാതെ അംഗീകരിക്കാൻ രാജ്യത്തെ ബ്രിട്ടീഷ് പാർലമെന്റ് പോലും നിർബന്ധിതമായി. സ്വാതന്ത്ര്യം കിട്ടി 3/4 നൂറ്റാണ്ട് പിന്നിടുന്ന നമ്മുടെ രാജ്യത്ത് സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണാധികാരികൾ ബ്രിട്ടീഷുകാർ അനുവദിച്ച സ്വാതന്ത്ര്യം പോലും അനുവദിക്കാൻ തയ്യാറല്ല എന്ന നിലപാടാണ് ഈ ലേബർ കോഡിലൂടെ മുന്നോട്ട് വെക്കുന്നത്. 4 ലേബർ കോഡുകൾ 2019 ആദ്യത്തെ ലേബർ കോഡ്, കോഡ് ഓൺ വേജസ്. 4 നിലവിലുള്ള തൊഴിൽ നിയമങ്ങൾ, ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്ടും, അതുപോലെ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ടും, അതുപോലെ ബോണസ് ആക്ട് തുടങ്ങിയിട്ടുള്ള 4 നിയമങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണമാണ് 2019 നടപ്പാക്കാൻ ശ്രമിച്ചത്. 2020 ബാക്കി 3 ലേബർ കോഡുകൾ, കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി, കോഡ് ഓൺ ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, കോഡ് ഓൺ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി തുടങ്ങിയിട്ടുള്ള തൊഴിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട കോഡുകൾ പാസാക്കി രാജ്യത്ത് അതിന്റെ ചട്ടങ്ങൾ ആവിഷ്കരിച്ച് ഇപ്പോൾ കഴിഞ്ഞ നവംബർ 22-ാം തീയതി വിജ്ഞാപനം ചെയ്തിരിക്കുകയാണ്. ഈ ലേബർ കോഡുകൾ പ്രാവർത്തികമായ നമ്മുടെ രാജ്യത്ത് തൊഴിലാളികൾ ഇന്ന് അനുഭവിക്കുന്ന പരിമിതമായ സ്വാതന്ത്ര്യം പോലും അവകാശങ്ങൾ പോലും കവർന്നെടുക്കുന്ന നിലയിലേക്കാണ് ഈ കോഡുകൾ മാറാൻ പോകുന്നത് എന്ന ആശങ്കയാണ് രാജ്യത്തെ എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും ഇന്ന് അവരുടെ മുമ്പിലേക്ക് ഉയർന്നു വന്നിട്ടുള്ളത്. ആ ലേബർ കോഡുകളിൽ ഓരോന്നിലും എല്ലാ വിഭാഗത്തെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ രൂക്ഷമാക്കുന്ന നിലയിലേക്കാണ് വരുന്നത്. സംഘടിക്കാനും അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താനും ട്രേഡ് യൂണിയൻ രൂപീകരിക്കാനുമുള്ള നിലവിലുള്ള സൗകര്യങ്ങൾ ഇല്ലാതാക്കുകയാണ്. അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വേതനം സംബന്ധിച്ചുള്ള പരിരക്ഷ, തുല്യ ജോലിക്ക് തുല്യ വേതനം, അതുപോലെ ക്ഷേമ പദ്ധതികൾ, വിവിധ വിഭാഗം തൊഴിലാളികൾക്ക് കാലാകാലങ്ങളിൽ ലഭിക്കേണ്ട അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനങ്ങൾ ഇതെല്ലാം റദ്ദു ചെയ്യപ്പെടുന്ന നിലയിലേക്കാണ് മാധ്യമപ്രവർത്തകർ, നിർമ്മാണ തൊഴിലാളികൾ, അതുപോലെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ, സംഘടിത വ്യവസായങ്ങൾ പണിയെടുക്കുന്ന ആളുകൾ, അധ്യാപകർ, ജീവനക്കാർ, ഇങ്ങനെ വിവിധ വിഭാഗം ജനങ്ങളെ അവരിന്ന് അനുഭവിക്കുന്ന പരിമിതമായ സൗകര്യങ്ങൾ പോലും നിഷേധിക്കുന്നിടത്തേക്കാണ് കാര്യങ്ങൾ വരുന്നത്.